ഇറാനെതിരെയും പ്രതിരോധ നിരകൾക്കെതിരെയും ഇസ്രയേൽ നടത്തുന്ന യുദ്ധം കേവലം സൈനികമായ ഒരു പോരാട്ടമല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന ഒരു മഹാദുരന്തമായി മാറിയിരിക്കുകയാണ്. അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്തിന് വലിയൊരു ഭാരമായി മാറിക്കഴിഞ്ഞു. ഇറാൻ വിക്ഷേപിക്കുന്ന താരതമ്യേന കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും കോടിക്കണക്കിന് രൂപയാണ് ചിലവ്. ഒരു രാത്രിയിലെ പ്രതിരോധത്തിന് മാത്രം ഇസ്രയേലിന് ചിലവാക്കേണ്ടി വരുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. യുദ്ധം നീണ്ടുപോകുന്തോറും രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കുതിച്ചുയരുകയും വിദേശ നിക്ഷേപകർ ഇസ്രയേലിനെ കൈവിടുകയും ചെയ്യുന്നു. ടൂറിസം മേഖല പൂർണ്ണമായും തകരുകയും കൃഷിയും വ്യവസായവും സ്തംഭിക്കുകയും ചെയ്തതോടെ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ആഗോളാധിപത്യത്തിന്റെ നട്ടെല്ല് എന്നത് അതിന്റെ സാമ്പത്തിക കരുത്താണ്. എന്നാൽ ഇന്ന് ആ നട്ടെല്ല് ഇസ്രയേലിന് വേണ്ടിയുള്ള യുദ്ധ ചെലവുകളാൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഈ നിലനിൽപ്പ് തന്നെ അമേരിക്ക നൽകുന്ന ശതകോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ പണപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും ആഭ്യന്തര രാഷ്ട്രീയ കലഹങ്ങളും നേരിടുന്ന അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ ഈ അനന്തമായ യുദ്ധദാഹം എത്ര കാലം താങ്ങാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ശേഷിക്കുന്നു. അമേരിക്കൻ നികുതിദായകരുടെ അധ്വാന ഫലം പശ്ചിമേഷ്യയിലെ രക്തച്ചൊരിച്ചിലിനായി അമേരിക്ക തൂർത്തടിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന് തന്നെ കനത്ത തിരിച്ചടിയാകുന്നു. ലോകമിന്ന് ഡോളറിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാദേശിക കറൻസികളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ഇറാനും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും നടത്തുന്ന കരുത്തുറ്റ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി വെറുമൊരു അക്കക്കളി മാത്രമല്ല, മറിച്ച് ഒരു ലോകശക്തിയുടെ പതനത്തിന്റെ പ്രാരംഭമാണ്. ഇസ്രയേൽ പ്രതിരോധത്തിനായി അയക്കുന്ന ഓരോ മിസൈലും അമേരിക്കൻ നികുതി പണമാണ് കത്തിച്ചു കളയുന്നത്. ഇറാൻ രൂപപ്പെടുത്തിയെടുത്ത ചെലവ് കുറഞ്ഞ സൈനിക തന്ത്രങ്ങൾ അമേരിക്കയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു. കേവലം ഏതാനും $1000 മാത്രം വിലയുള്ള ഇറാനിയൻ ഡ്രോണുകളെ തകർക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പേട്രിയറ്റ് മിസൈലുകൾ അമേരിക്ക ഇസ്രയേലിന് നൽകേണ്ടി വരുന്നു. ഈ അശാസ്ത്രീയമായ സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയുടെ ആഭ്യന്തര കടം റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മുജ്തബ ഖമേനിയുടെ വാക്കുകൾ അമേരിക്കൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. സൈനികമായ പോരാട്ടത്തെക്കാൾ ഉപരിയായി അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുക എന്ന ഇറാന്റെ തന്ത്രം ലക്ഷ്യം കാണുന്നു എന്നാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒടുവിൽ തകർന്നു വീഴുന്ന സമ്പദ് വ്യവസ്ഥയും ഒറ്റപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും അമേരിക്കയെ ലോകഭൂപടത്തിൽ ഒരു അപ്രസക്ത ശക്തിയായി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനും അവരുടെ സഖ്യകക്ഷികളായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും ചേർന്ന് ഇസ്രയേലിനെതിരെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന സാമ്പത്തിക ക്ഷയയുദ്ധം സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒന്നായി മാറിക്കഴിഞ്ഞു. നേരിട്ടുള്ള ഒരു വൻകിട യുദ്ധത്തെക്കാൾ ഉപരിയായി ഇസ്രയേലിനെ നിരന്തരം സൈനിക ജാഗ്രതയിൽ നിർത്തുക വഴി അവരുടെ ദേശീയ ഖജനാവ് ശൂന്യമാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ അയൺ ഡോം, ആരോ തുടങ്ങിയ മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ന് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന ഭാരമായി മാറിയിരിക്കുന്നു. ഏതാനും $1000 മാത്രം വിലയുള്ള ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഓരോ നിമിഷവും വിക്ഷേപിക്കേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ ബജറ്റ് കമ്മി റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ നാവികസേനയുടെ തന്ത്രപരമായ ഇടപെടലുകൾ ആഗോള ഇന്ധന വിപണിയിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് മുറിവേൽപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാതയുടെ നിയന്ത്രണം കൈക്കലാക്കുന്നതിലൂടെ വാഷിംഗ്ടണിലെയും ടെൽ അവീവിലെയും ഭരണാധികാരികളെ വിറപ്പിക്കാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് ആയുധങ്ങളെക്കാൾ കൂടുതൽ പ്രഹരശേഷിയുണ്ട് എന്നതാണ് വാസ്തവം. യുദ്ധം ദീർഘകാലം നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ ഇസ്രയേലിന്റെ വിദേശ നിക്ഷേപങ്ങളെയും
ടൂറിസം മേഖലയെയും തകർക്കാൻ പ്രതിരോധ നിരയ്ക്ക് സാധിച്ചു. ലക്ഷക്കണക്കിന് റിസർവ് സൈനികരെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി യുദ്ധമുഖത്ത് നിർത്തുന്നത് ഇസ്രയേലിന്റെ ഉൽപാദനക്ഷമതയെ സാരമായി ബാധിക്കുന്നു. അമേരിക്ക നൽകുന്ന ശതകോടിക്കണക്കിന് ഡോളറിന്റെ സഹായം പോലും ഈ സാമ്പത്തിക സുഷിരങ്ങൾ അടയ്ക്കാൻ പര്യാപ്തമല്ല. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന അമേരിക്ക സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടി അപകടത്തിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡോളറിനെതിരെയുള്ള ഇറാന്റെ സാമ്പത്തിക യുദ്ധതന്ത്രങ്ങൾ വിജയിക്കുന്നതോടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ തൂത്തെറിയാൻ തോക്കുകളേക്കാൾ വേഗത്തിൽ ഇറാന്റെ ഈ സാമ്പത്തിക മിസൈലുകൾക്ക് സാധിക്കുമെന്നത് 2026 രാഷ്ട്രീയ സത്യമാണ്. ആയുധങ്ങൾ കൊണ്ട് നേടാനാവാത്ത വിജയം ഇസ്രയേലിനെ സാമ്പത്തികമായി പാപ്പരാക്കുന്നതിലൂടെ നേടിയെടുക്കാമെന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം വൈറ്റ് ഹൌസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ പതനം വെറുമൊരു രാഷ്ട്രീയ പ്രവചനമല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക കണക്കുകൾ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യമാണ്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏതാണ്ട് 12% യുദ്ധ ചെലവുകൾക്കായി മാത്രം നീക്കിവെക്കേണ്ടി വരുന്നു. ഇത് രാജ്യത്തിന്റെ ബജറ്റ് കമ്മി റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാൻ വിക്ഷേപിക്കുന്ന കേവലം $20,000 മാത്രം വിലയുള്ള ഒരു ഷാഹിദ് ഡ്രോണിനെ തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒരു ആരോ 3 മിസൈലിന് ഏകദേശം $3.5 മില്യൺ ചിലവ് വരുന്നത്. ഒരു രാത്രിയിലെ മാത്രം വ്യോമ പ്രതിരോധത്തിനായി ഇസ്രയേലിന് $1.5 ബില്യൺ ചിലവാക്കേണ്ടി വന്നത് അവരുടെ ഖജനാവിനെ പാപ്പരാക്കിയിരുന്നു. ഇതിനു പുറമെ വടക്കൻ ഇസ്രയേലിലെ കൃഷിയും ഹൈടെക് വ്യവസായങ്ങളും സ്തംഭിച്ചതിലൂടെ പ്രതിമാസം ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് രാജ്യം നേരിടുന്നത്.